ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 102 സങ്കീർത്തനം 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. എൻ്റെ ഞരക്ക നിമിത്തം, എൻ്റെ കർത്താവേ, ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. മാത്രമല്ല, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. മരുഭൂമിയിൽ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി വേഴാമ്പൽ ദാഹിക്കുന്നു, കിട്ടുന്നില്ല. ദാഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകാന്തതയിൽ, മരുഭൂമിയിൽ ഏകാന്തതയിൽ നിന്ന് കരയുന്ന വേഴാമ്പൽ പക്ഷിയെപ്പോലെ. കർത്താവേ, എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. കുരുകിൽ, വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന ഒരു കുരുകിൽ പക്ഷിയെപ്പോലെ, ആരും കൂടെയില്ല. ഇടയ്ക്കിടയ്ക്ക് ദീനരോധനം, ഇടയ്ക്ക് ആ കിളിയുടെ ചെറിയ ശബ്ദം കേൾക്കാം, കരച്ചിലിൻ്റെ ശബ്ദം. പക്ഷേ ഒറ്റയ്ക്ക് ഇത് കരയുകയാണ്, ഇണപ്പക്ഷിയെ കാണാത്തതുകൊണ്ട് കരയുകയാണ്. ഞാൻ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. അല്പം മുമ്പ് വായിക്കുമ്പോൾ കാണാം, എൻ്റെ ആ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. വായിച്ചു 3-ാം വാക്യം മുതൽ. എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തു പോയിരിക്കുന്നു. എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ ഹൃദയം ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ തകർച്ചയില്ല, കണ്ണീരില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു. ഭക്ഷണം കഴിക്കുന്ന കാര്യം ഞാൻ മറന്നുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അരിഷ്ടതയോടുകൂടി, വളരെ ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എന്നോട് മനസ്സിലെയ്യണമേ. ദാവീദിൻ്റെ പ്രാർത്ഥനയാണത്. ഞാൻ രാജകൊട്ടാരത്തിലാണ്, അന്തഃപുരത്തിലുണ്ട്, എനിക്ക് അരമനകളുണ്ട്, സേനാ സന്നാഹങ്ങളുണ്ട്, സജീവ ഉത്തമന്മാരുണ്ട്, മന്ത്രി പ്രവരന്മാരുണ്ട്. പക്ഷേ ഞാനിത് ഏകാഗിയായിരുന്ന് കരയുകയാണ്, ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. ദാവീദ് പറയുകയാണ്, എനിക്കൊരു സമാധാനമില്ല. എൻ്റെ അസ്ഥികളിങ്ങനെ വെന്തുപോയിരിക്കുന്നത് പോലെ ഉണങ്ങി വരണ്ടു പോയിരിക്കുന്നു. എൻ്റെ ഹൃദയം ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ കർത്താവെ, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകി പോലെയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് തന്നെ 25-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. വായിക്കാം, 25-ാം സങ്കീർത്തനം 16-ാം വാക്യം വായിക്കാം. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി കർത്താവേ, ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. കാര്യം എന്നെ ഞാൻ എന്ത് പറഞ്ഞാൽ അനുസരിക്കാൻ സേനാ വ്യൂഹങ്ങളുണ്ട്, സേനാ സന്നാഹങ്ങളുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അനേകം ഭടന്മാരുണ്ട്, അവരനുസരിക്കും. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല. ദാവീദ് പറയുകയാണ്, കർത്താവേ, എന്നോട് തിരിഞ്ഞ്, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. അതാണ് കാരണം, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ഈ അരിഷ്ടത ദാവീദ് രാജാവിന് വന്നത് എന്തുകൊണ്ടാണ്? അരിഷ്ടത വരാൻ കാരണമുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം ഏകാന്തത വരുത്തി. ആളുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപം ദാവീദിനെ ഒറ്റപ്പെടുത്തിയ അനുഭവത്തിലാക്കി. നീറി പുകഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കരയുകയാണ്. ദാവീദിന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ, എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുകയാണ്. എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല. കർത്താവേ, എൻ്റെ മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു, ഏകാഗിയായിപ്പോയി. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കരയുകയാണ്. ദാവീദ് പറയുകയാണ്, കർത്താവേ, ഞാൻ ഇനി എൻ്റെ കൂടാരവീട്ടിൽ കിടക്കുന്നില്ല, എൻ്റെ ശയ്യമേൽക്കാരി കിടക്കുന്നില്ല. 132 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാം, 132. ഞാൻ എൻ്റെ കൂടാര വീട്ടിലേക്ക് കിടക്കുന്നില്ല, എൻ്റെ ശയ്യമേൽക്കാരി കിടക്കുകയുമില്ല. കാരണം ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, അത്യന്തം ഹീനമായ പാതകം ഞാൻ ചെയ്തു പോയിരിക്കുന്നു. കർത്താവേ, എനിക്ക് ഒരു സമാധാനമില്ല. എൻ്റെ പാപങ്ങൾ നീ എനിക്ക് ക്ഷമിച്ചു തരുമോ? എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരുമോ? ദാവീദ് കരയുകയാണ്. വായിക്കാം. ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ശയ്യമേൽക്കാരി കിടക്കയില്ല, ഞാൻ നിലത്ത് തന്നെ കിടക്കും. ശയ്യമേൽക്കാരി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല. എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. എൻ്റെ കൺപോളയ്ക്ക് മയക്കം ഞാൻ കൊടുക്കുകയില്ല. വലിയൊരു അരിഷ്ടതയിൽ ദാവീദ് കരയുകയാണ്. എന്താണത്? ഏകാന്തത.
ദാവീദിന് ഏകാന്തത എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ. മക്കളുണ്ട്, ദാവീദിൻ്റെ ഭാര്യമാരുണ്ട്, ദാവീദിന് അനേകം സമ്പൽ സമർത്ഥമായ അനുഭവങ്ങളുണ്ട്, വിശേഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ അരിഷ്ടത വന്നിരിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ചിലരെല്ലാം ഈ അരിഷ്ടതയോടുകൂടി ഇരിക്കുന്നവർ കാണും. സമാധാനം കിട്ടുന്നില്ല. എവിടെ പോയാൽ കിട്ടുന്ന സമാധാനത്തിന് വേണ്ടി കേണുകൊണ്ട് മനുഷ്യൻ അലയുകയാണ്. നിങ്ങൾ പലരും അങ്ങനെയല്ലേ? സമാധാനം ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. വാസ്തവമായൊരു സമാധാനം, ഉള്ളത്തിലൊരു സംതൃപ്തിയുണ്ടോ? എന്തെല്ലാമോ ചില പോരായ്മകൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? എവിടെയെല്ലാമോ ചില ശൂന്യതകൾ നിങ്ങൾ കാണുന്നില്ലേ? സമാധാനമില്ല, ഏകാന്തത. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ചരിത്രകാരനായിരുന്നു എച്ച് ജി വെൽസ്. അദ്ദേഹം ലോകചരിത്രം എഴുതിയ ആളാണ്. ലോകചരിത്ര സംഗ്രഹം, ആൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന പുസ്തകം അത് എഴുതി. വളരെ മനോഹരമായ പുസ്തകമാണ്, ആൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, മൈ ലോൺലിനെസ് എൻസർക്കിൾസ് മീ, എൻ്റെ ഏകാന്തത എന്നെ വലയം ചെയ്യുന്നു. എത്രയോ പ്രസിദ്ധനായ ഒരു ചരിത്രകാരനാണ്, എത്രയോ പ്രസിദ്ധനായ ഒരു നല്ല ഗ്രന്ഥകാരനാണ്, എല്ലാവരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം തന്നെ ഇരിക്കുമ്പോൾ പറയുകയാണ്, നോ, എനിക്കില്ല, സമാധാനമില്ല, എൻ്റെ ഏകാന്തത അതെന്നെ വലയം ചെയ്യുന്നു. എൻ്റെ തനതായ അവസ്ഥ, എൻ്റെ തനതായ സ്ഥിതി കാണാൻ ആരുമില്ല, എൻ്റെ വേദന കാണാൻ ആരുമില്ല. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, പണ്ട് വളരെ പ്രസിദ്ധിയായ സിനിമാ താരം ഉണ്ടായിരുന്നു, വളരെ പ്രസിദ്ധിയാണ്. മെർലിൻ മൺറോ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. 21 വയസ്സേ ഉള്ളൂ. ലോകസുന്ദരിയായിരുന്നു. അതിനകം ഒട്ടേറെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു സിനിമയിൽ അഭിനയം കൊണ്ട്. ആ പെൺകുട്ടി ഒരു ദിവസം അമേരിക്കയിലെ ന്യൂയോർക്കിലാണെന്ന് തോന്നുന്നു, പട്ടണത്തിൽ അവിടെ അവളുടെ കാർ അവൾ തന്നെ ഓടിച്ചുകൊണ്ട് വന്ന് കാർ നിർത്തിയിട്ട് ഒരു 5ാം നിലയിലേക്ക് കയറിപ്പോയി. ആ കെട്ടിടത്തിൻ്റെ 5ാം നിലയിൽ ചെന്നത് ഒരു ആഭരണക്കടയാണ്, രത്നാഭരണക്കട. ഒരാഭരണം വാങ്ങി. ആ ഒറ്റ ആഭരണത്തിന് അതിനവൾ കൊടുത്ത വില 5 ലക്ഷം ഇന്ത്യൻ കറൻസിക്ക് തുല്യമായ $. ഒറ്റയ്ക്കൊരു ആഭരണം, ഒറ്റയ്ക്കൊരു മാല, ചെറിയൊരു മാല. ആ മാല വാങ്ങിച്ചുകൊണ്ട് അവൾ താഴോട്ടിറങ്ങി, സ്വന്തം കാറെടുത്തു, അവൾ ഓടിച്ചു, അവൾ താമസിക്കുന്നിടത്ത് വന്നു. അവളുടെ മുഖം മ്ലാനമായിരിക്കുകയായിരുന്നു, എന്തോ ഒരു സന്തോഷമില്ലാത്തതുപോലെ. വേലക്കാരിയുടെ അടുക്കൽ ഒരു വേലക്കാരിയുണ്ട്. ഇന്ന് ഞാൻ ആഹാരം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വേണമെന്ന് തോന്നുന്നില്ല, നീ ആഹാരം കഴിക്കാൻ ഞാൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ എന്നെ വിളിക്കണ്ട, ഞാൻ കിടക്കുകയാണ്. അവൾ കിടന്നു. വേലക്കാരി കുറേ നേരം കാത്തിരുന്നു, അവൾ വന്നില്ല, പിന്നെ വിളിച്ചുമില്ല. പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നില്ല. പ്രഭാതത്തിൽ രാവിലെ സാധാരണ എഴുന്നേൽക്കുന്ന സമയത്ത് അവൾ എഴുന്നേൽക്കുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ വേലക്കാരി മുട്ടി നോക്കി, വാതിൽ തുറക്കുന്നില്ല. ബലം പ്രയോഗിച്ച് നോക്കി, നല്ലപോലെ മുട്ടി, വാതിൽ തുറക്കുന്നില്ല. എന്തോ ഒരു സംശയം. എന്താണ്, എത്ര ഉറക്കമാണെങ്കിലും എഴുന്നേക്കാമല്ലോ, ഈ ശബ്ദം കേൾക്കുമല്ലോ. അടുത്ത ഫ്ലാറ്റിലുള്ളവരെ അവൾ വിളിച്ചു വരുത്തി. അവരെല്ലാവരും വന്നു. ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് വാതിൽ തട്ടി തുറന്നു. നോക്കിയപ്പോൾ ഈ അതിസുന്ദരിയായ സിനിമാ താരം അവൾ വെറും തറയിൽ മരിച്ചു കിടക്കുകയാണ്. വെറും തറയിൽ. എല്ലാവരും അമ്പരന്ന് പോയി. അനേകം യുവാക്കന്മാർ അവളെ സ്വന്തം ഭാര്യയാക്കാൻ ആഗ്രഹിച്ചതാണ്. മിസ് വേൾഡ് എന്ന് പറയുന്നത്, ലോകസുന്ദരി എന്ന് പറയുന്നത് പട്ടം കിട്ടിയവളാണ്. എന്തിനാണ് അവൾക്കൊരു കുറവ്? എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ പണം, നല്ല സൗന്ദര്യം, നല്ല ആരോഗ്യം, പിന്നെ എന്ത് പറ്റിയവൾക്ക്? അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് വന്ന് നോക്കിയപ്പോൾ ഒരു കഷ്ണം കടലാസ് കിടന്ന് കിട്ടി. അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഐ എം കമ്മിറ്റിംഗ് സൂയിസൈഡ്, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. നോബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ മൈ ഡെത്ത്, എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല, എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. ഐ എം കമ്മിറ്റിംഗ് സൂയിസൈഡ്, ഐ ഹാവ് നോ പീസ് ഇൻ മൈൻഡ്, എനിക്ക് മനസ്സിന് സമാധാനമില്ല. മൈ ലോൺലിനെസ് ഈസ് ഇൻടോളറബിൾ, എൻ്റെ ഏകാന്തത അസഹ്യമാണ് എന്ന്. ഏകാന്തത അസഹ്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മെർലിൻ മൺറോയുടെ കാര്യവും അല്ലെങ്കിൽ എച്ച് ജി വെൽസിൻ്റെ കാര്യവും അതൊക്കെ കിടക്കട്ടെ. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഒരിക്കൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്ന വിക്ടോറിയ, വാക്ക് തന്നെ ജയമുള്ളവളെന്നാണ്. വിക്ടോറിയ രാജ്ഞി ഒരിക്കൽ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, ഭർത്താവ് മരിച്ചതിന് ശേഷം, ഐ എം നോ മോർ വിക്ടോറിയ, ഞാൻ ഇനി വിക്ടോറിയ അല്ല. ഐ എം നോ മോർ വിക്ടോറിയ, ഇല്ല, ഞാൻ ഏകാഗിയാണ്, എൻ്റെ ഭർത്താവ് പോയി. ജീവിതത്തിൽ ഇതുപോലെ വിരസത കൊണ്ട്, വിരക്തി കൊണ്ട്, ഏകാന്തതയുടെ അസഹ്യത കൊണ്ട് വലഞ്ഞ് അനേക ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് അനേകം പേരും ഒരു ഏകാന്തത അനുഭവിക്കുന്നില്ലേ? ഒരു ഏകാന്തത. എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ ദുഃഖം കാണാൻ എനിക്ക് ആരുമില്ല,
എന്നോട് സഹതപിക്കാൻ എനിക്ക് ആരുമില്ല. അല്ല, ആരെങ്കിലും സഹതപിച്ചാൽ തന്നെ പ്രയോജനമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ മനസ്സ് മടുത്ത് വിഷാദിച്ച് ദുഃഖഭൂയിഷ്ടമായ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ പേരാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഏകാന്തതയുണ്ടോ നിങ്ങൾക്ക്? ഭർത്താവ് വേണ്ടതുപോലെ കരുതുന്നില്ല, ഭാര്യ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല. പ്രതീക്ഷിച്ചു, നല്ല സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയില്ല. ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ആ ഭാര്യ ദാഹിക്കുന്നു. ഭർത്താവിൻ്റെ നല്ല മധുരവാക്ക് കേൾക്കാൻ വേണ്ടി അവൾ ദാഹിക്കുന്നു. പക്ഷേ മധുരവാക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവൾക്ക് സമാധാനമില്ല. മക്കളുടെ നല്ല വാക്ക് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാതാപിതാക്കൾ വിഷമിക്കുന്നു, മക്കളുടെ നല്ല വാക്ക് കേൾക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ എപ്പോഴും ദേഷ്യമാണ് മക്കൾക്ക്. എന്തിനാണ് ദേഷ്യം? ആർക്കറിയാം? മക്കൾക്ക് ഏതോ ഒരു ദുരാത്മബാധ വന്നിരിക്കുന്നു. കഞ്ചാവായിരിക്കാം ചിലപ്പോൾ, അതല്ലെങ്കിൽ വല്ല മയക്കുമരുന്നുമായിരിക്കാം, ഏതെങ്കിലും വിഷവസ്തുക്കൾ അവരുടെ ഉള്ളിൽ തിന്നുകൊണ്ടായിരിക്കാം. ഏതായാലും അനേകം യുവാക്കന്മാർ ഇന്ന് അവരെ ജീവിതം വിരസമായി തള്ളി നീക്കൊണ്ടിരിക്കുകയാണ്. മുറിയിൽ ഒറ്റയ്ക്കിരിക്കും, പുറമേട്ട് വരികയില്ല, അപ്പനോടോ അമ്മയോടോ മിണ്ടുകയുമില്ല. അവരെന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടുകയുള്ളൂ. പാവം ആ അപ്പനും അമ്മയും ദുഃഖത്തോടെ കഴിയുന്നു. എത്ര കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഏകാന്തത, ഒരു വലിയൊരു ഏകാന്തത. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഏകാന്തതയുണ്ടോ? ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, ഏകാന്തത, അസഹ്യമായ ഏകാന്തത. ഒരു സമയത്ത് ഒരു കിടക്കയിൽ കിടന്നിരുന്നതിൽ ഇപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആളെ കാണുന്നില്ല, ആളില്ല, പോയി. അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കഴിഞ്ഞവരാണ്, ഭർത്താവ് അപ്പുറത്തേക്ക് കടന്നുപോയി. അങ്ങ് ഏകാന്തത കൊണ്ട് വീർപ്പ് മുട്ടുന്നു. എല്ലാം ഉണ്ട്, മക്കളുണ്ട്, മക്കൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്പനെയും അമ്മയും മക്കൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാര്യ അവൾ ഏകാന്തതയിലെ വിരസത കൊണ്ട് വലയുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഏകാന്തതയുണ്ടോ നിങ്ങൾക്ക്? ദാവീദിന് ഏകാന്തത വരാൻ കാരണം ദാവീദിൻ്റെ പാവമാണ്. അപ്പോൾ എല്ലാം ഉണ്ടല്ലോ, പട്ടാളച്ചിട്ടകൾ എല്ലാം ഉണ്ടല്ലോ, സൈന്യമുണ്ടല്ലോ, നല്ല പടയാളികളുണ്ടല്ലോ, നല്ല യുദ്ധവീരന്മാരുണ്ടല്ലോ, നല്ല സൈന്യാധിപനായ യോവാബ് കൂടെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. പക്ഷേ ദാവീദിന് സമാധാനം പോയി. എന്താണ് കാരണം? ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്തത് സംഭവിച്ചു പോയി. പാവം വന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിലെ പാവം മൂലം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്നതായ അസഹ്യതയും വിരസതയും കർത്താവേ നീ കാണുന്നുവല്ലോ. പറയണം, കർത്താവേ എൻ്റെ ജീവിതം വിരസമായിരിക്കുന്നു, സന്തോഷമില്ല, ഒരു സംതൃപ്തിയില്ല, ഒരു സമാധാനമില്ല. ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. മരിക്കുന്നവരെ ജീവിക്കണമല്ലോ. ആത്മഹത്യ ചെയ്യാൻ പേടിയായതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ആത്മഹത്യ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, പക്ഷേ പേടിയാവുന്നു, അതുകൊണ്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്യ അനുഭവത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? പാപം മൂലം ഏകാന്തത വരും. പാപം മൂലം ദാവീദിന് പാപം മൂലം ഏകാന്തത വന്നു. എന്നാൽ ഭാഗ്യവശാൽ ജീവനുള്ള ദൈവം ദാവീദിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ദാവീദിൻ്റെ അടുക്കിലേക്ക് പ്രവാചകനെ പറഞ്ഞയച്ചു. നാഥാൻ പ്രവാചകൻ ചെന്നു. പ്രവാചകൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് എല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഏതാണ്ട് ഒരു 11 മാസത്തോളം ദാവീദിന് കുറ്റബോധമില്ലാതിരിക്കുകയായിരുന്നു. വലിയ പാതകമാണ് ചെയ്തത്. ദാവീദ് തൻ്റെ തന്നെ ഒരു ഭടനായത് ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയെടുത്തു. വലിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചാണ് എടുത്തത്. അന്യൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയെടുത്തു. വലിയ വിപത്താണ് വരുന്നത്. ദാവീദിന് സമാധാനം പോയി. തന്നെയല്ല, ദാവീദ് ആ സ്വന്തം ഭടനെ അവളെ ഭാര്യയാക്കി എടുക്കുന്നതിന് നിയമപരമായ ഒരു മെച്ചം ലഭിക്കുന്നതിന് വേണ്ടി ആ ഊരിയാവിനെ, ആ ഭടനെ കൊല്ലിച്ചു. ദാവീദ് കൈ കൊന്നില്ല, അവനെ കൊല്ലിച്ചു. കൊലപാതകം നടത്തി, വ്യഭിചാരം നടത്തി. തന്നെയുമല്ല, ദാവീദ് മദ്യം വിളമ്പി. ആ ഊരിയാവിന് മദ്യം കൊടുത്തു നോക്കി. ദാവീദും കൂടെ ഇരുന്ന് കുടിച്ചു, മദ്യം വിളമ്പി. പ്രിയപ്പെട്ടവരെ, ദാവീദ് ദൈവത്തോട് വാക്ക് പറഞ്ഞ പ്രവാചകനാണ്, മറക്കല്ലേ. ദാവീദ് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിച്ച പ്രവാചകനാണ്. നിസ്സാരതയിൽ നിന്ന് ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന പ്രവാചകനാണ്. ഒന്നുമില്ലായ്മയിൽ ദൈവം ഉയർത്തിയെടുത്ത് പൊക്കിയെടുത്ത പ്രവാചകനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ദാവീദ് ദൈവത്തെ ദുഃഖിപ്പിച്ചു, പാവം വന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അനർത്ഥം വന്നതായ സന്ദർഭങ്ങൾ ഓർമ്മയുണ്ടോ? ജീവിതത്തിൽ കേട് വന്നതായ അവസരങ്ങൾ ഓർമ്മയുണ്ടോ? പാവം വന്നതായ സമയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും പാവം ഇപ്പോൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ പുഴുക്കടി പോലെ ഹൃദയത്തിൽ അയ്യോ വേണ്ടായിരുന്നു തോന്നുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ നിങ്ങൾ ചിലരെ ഉപദ്രവിച്ചതായിരിക്കാം, ചിലർക്ക് ദോഷം ചെയ്തതായിരിക്കാം, ചിലരെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് വരുത്തിയതായിരിക്കാം, ചിലപ്പോൾ ദൂഷണം പറഞ്ഞതായിരിക്കാം. തെറ്റുകൾ ഏറെ സംഭവിച്ചിട്ടുണ്ട്. എന്തെല്ലാം ഒരുപക്ഷേ ചീത്ത കൂട്ടുകെട്ടിൽ പോയിട്ട്, കൊള്ളരുതാത്ത ബന്ധങ്ങൾ പോയിട്ട് ജീവിതം നശിപ്പിച്ചതായിരിക്കാം.
ഇന്ന് ചെറുപ്പക്കാർ പറയുന്ന ഇൻഫാച്വേഷൻ എന്ന് പറയുന്ന പ്രണയബന്ധങ്ങളോ കാമാതുരമായ ബന്ധങ്ങളോ അങ്ങനെയെല്ലാം ചെയ്ത് നശിപ്പിച്ചാണോ? ഇന്ന് അനേകം യുവാക്കന്മാർ ഈ പ്രണയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഗേൾ ഫ്രണ്ടിൻ്റെയും ബോയ് ഫ്രണ്ടിൻ്റെയും ആ കാര്യം വന്നവർ ജീവിതത്തെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകം ചെറുപ്പക്കാർ. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏകാന്തത, അസഹ്യമായ ഏകാന്തത. ഒരു സമയം വരുമ്പോൾ ഏകാന്തത്തിൽ വിഷമിക്കും. അയ്യോ എൻ്റെ കർത്താവ് വേണ്ടായിരുന്നു. അയ്യോ എനിക്ക് എന്താ പറ്റിയത്? ദാവീദ് ചിന്തിക്കുകയാണ്, എനിക്ക് എന്ത് പറ്റിപ്പോയി? ഞാൻ ദൈവത്തിൻ്റെ വ്രതനായിരുന്നല്ലോ, എനിക്ക് എന്താ പറ്റിയത്? എനിക്ക് തെറ്റുപറ്റാൻ കാരണം എന്താണ്? എൻ്റെ കർത്താവേ, എനിക്ക് എന്ത് പറ്റി? ദാവീദ് തന്നെത്താനിരുന്ന് കരയുകയാണ്. മരുഭൂമിയിൽ വേഴാമ്പ് പോലെ ഇരുന്ന് കരയുന്നു. വീട്ടിന് മുകളിൽ തന്നിരിക്കുന്ന കുരിയിൽ പോലെ ഇരുന്ന് കരയുന്നു. ദാവീദ് വലഞ്ഞ് വിഷമിച്ച് വേദനിച്ച് പൊളയുകയാണ്. എൻ്റെ കർത്താവേ, എനിക്ക് മനപ്പേടുകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ പാവം ക്ഷമിച്ചു തരണമേ. ദാവീദ് നിന്ന് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏകാന്തതയിൽ വലയുന്നവർ ആരെങ്കിലും യുവാക്കളെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു മാർഗം പറഞ്ഞു തരാം വേദപുസ്തകത്തിൽ നിന്ന്. ദൈവസന്നിധിയിരുന്ന് തകരുക, ദൈവസന്നിധിയിരുന്ന് കരയുക, ഒന്നുപോയി പാവത്തെ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുക. ദൈവത്തിന് സ്തോത്രം. സത്യം, ദാവീദിന് ദൈവം പാവം ക്ഷമിച്ചു കൊടുത്തു, എല്ലാം ക്ഷമിച്ചു കൊടുത്തു. എന്തൊരു സ്നേഹം, നിത്യസ്നേഹം, ഉദാര സ്നേഹം, മഹോന്നത സ്നേഹം. ദാവീദിൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. കർത്താവ് ദാവീദിനെ യഥാസ്ഥാനപ്പെടുത്തി. നഷ്ടപ്പെട്ടതെല്ലാം ദാവീദിന് തിരികെ കൊടുത്തു, അനുഗ്രഹിച്ചു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ, എനിക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? എൻ്റെ കുടുംബസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? എൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥത വരുന്നുണ്ടോ? എൻ്റെ ശരീരത്തിൽ രോഗം വന്നിരിക്കുകയാണോ? എൻ്റെ കർത്താവേ, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? കർത്താവേ, എൻ്റെ സ്നേഹിതന്മാരെല്ലാം എന്നെ വിട്ടുപോയോ? ആരുമില്ലാതെ ഞാൻ തീർന്നിരിക്കുന്നുവോ? വേദനിച്ച് വിളയുന്നവർ അനേകർ കേൾക്കൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇനിതാ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അരികിലേക്ക് അവൻ മന്ദം വരുന്നു. ഏകാന്തതയിൽ നിങ്ങളെ സഹായിക്കാൻ ക്രിസ്തു വരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ സഹായിക്കാൻ ക്രിസ്തു ഇതാ വരുന്നു. യേശുവിനെ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? കർത്താവേ, എന്നോടൊന്ന് മനസ്സിലിയണമേ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, നാഥ എന്നെ നീ അനുഗ്രഹിക്കണമേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ ജീവിതം കർത്താവിന് കൊടുത്തു. 17-ാമത്തെ വയസ്സിൽ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. ഞാനും നിരാശനായിരുന്നു, ഏകാന്തതയുടെ ദുഃഖം അനുഭവിക്കുന്നതിനായിരുന്നു. ഏകാന്തത. എൻ്റെ അപ്പൻ മരിച്ചുപോയി എനിക്ക് 1 വയസ്സുള്ളപ്പോൾ. ചേട്ടൻ മരിച്ചുപോയി എനിക്ക് 2 വയസ്സുള്ളപ്പോൾ. അപ്പൻ്റെ 33-ാമത്തെ വയസ്സിൽ മരിച്ചു. ചേട്ടൻ്റെ 12-ാമത്തെ വയസ്സിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിൻ്റെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ഏകാഗിയായിരുന്നു, ഒറ്റപ്പെട്ടവനായിരുന്നു, ദുഃഖിതനായിരുന്നു, മ്ലാനവതനായിരുന്നു. ഒരിക്കൽ എൻ്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ പറഞ്ഞു, നിൻ്റെ മുഖം ഫോട്ടോയ്ക്ക് ചേർന്നതല്ല, എപ്പോഴും മ്ലാനതയാണ്, മുഖം മ്ലാനം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അത്ര അടുപ്പത്തിൽ എന്നോട് പറഞ്ഞത്. നിൻ്റെ മുഖം ഫോട്ടോയ്ക്ക് ചേർന്നതല്ല, ഫോട്ടോയ്ക്ക് ഒത്തതല്ല. കാരണം എപ്പോഴും മ്ലാനമുഖം, എപ്പോഴും വാടിയ മുഖം, എപ്പോഴും വാടി തളർന്ന മുഖം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ഞാൻ ഏറെ നിരാശനായിരുന്നു, ഏറെ നിരാശനായിരുന്നു. എനിക്കാരുമില്ലല്ലോ എന്നുള്ള ദുഃഖം എന്നെ അലട്ടിയിരുന്നു. എനിക്കാരുമില്ലല്ലോ. അമ്മ ഇരുന്ന് കരയുന്നത് കൊണ്ട് ഞാനും കരയും, എൻ്റെ പെങ്ങളിരുന്ന് കരയുന്നത് കൊണ്ട് ഞാനും കരയും. അമ്മയും പെങ്ങളും ഞാനും, ഞങ്ങൾ 3 പേരെ വീട്ടിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളതുകൊണ്ട് ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ഞാൻ ഏകാന്തതയിലിരുന്ന് ആരോരുമില്ലാതെ ഞാൻ വലയുന്നത് കണ്ട് കർത്താവിനോട് കരുണ തോന്നി. എൻ്റെ അപ്പൻ എന്നെ വിട്ടുപോയി, ചേട്ടൻ വിട്ടുപോയി, അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ അതിന് മുമ്പ് മരിച്ചു പോയിരുന്നു. അങ്ങനെ 5 മരണം നടന്നൊരു കുടുംബത്തിൽ ഏകാഗിയായി ഞാൻ കഴിയുകയായിരുന്നു. വീട് ഉറങ്ങിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ വീട് ഉറങ്ങിപ്പോയി എന്ന്. വീട് നിശബ്ദമായി പോയി, ചിരിയില്ല, വർത്തമാനമില്ല, ആ മുഖത്തോട് നോക്കിയിരുന്നുള്ള കരച്ചിൽ മാത്രം. എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നതാണ് കരച്ചിൽ മാത്രം. കരച്ചിലിൻ്റെ ഒരു വീടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭാഗ്യവശാൽ 17-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിന് വചനം കേട്ടു, അനുഗ്രഹീതമായൊരു വചനം കേട്ടു. അനുഗ്രഹീതനായ ദേവദാസനൊന്ന് വചനം പറയുകയായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലൊന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതെൻ്റെ ഹൃദയത്തെ തൊട്ടു. എൻ്റെ ഹൃദയത്തിലേക്ക് വചനം ആഞ്ഞു തറഞ്ഞു. ഞാനിവിടെ ഇരുന്നുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയി, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന്. എവിടെ പോയി എൻ്റെ മളാനത? എവിടെ പോയി എൻ്റെ ദുഃഖം? എൻ്റെ പ്രയാസങ്ങൾ എവിടെ പോയി? എൻ്റെ ദൈവമേ, അത്ഭുതം സംഭവിച്ചു. സ്തോത്രം. ജീവിതം വഴിമുട്ടിപ്പോയ ജീവിതം, കൂമ്പടഞ്ഞു പോയ ജീവിതം തളിർക്കാൻ തുടങ്ങി. തളിർത്ത് ഉല്ലസിക്കാൻ തുടങ്ങി, പൂക്കാൻ തുടങ്ങി, കായ്ക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ജീവിതം കർത്താവ് ഭാഗ്യവശാൽ എനിക്ക് തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനാഥരായി കഴിയുന്നവരെല്ലാം ഉണ്ട്.
ഏകാന്തതയുടെ വിരസതയിൽ വേദനിച്ച് കഴിയുന്നവരാരെല്ലാം ഉണ്ട്. ദുഃഖത്തോട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്. കേൾക്കൂ നിങ്ങൾ യേശുവിൻ്റെ വചനം. യേശു പറയുന്നു, മകനെ നിൻ്റെ അരികിൽ ഞാനുണ്ട്, സ്തോത്രം. മകളെ നിന്നെ സഹായിപ്പാൻ ഞാനുണ്ട്, സ്തോത്രം. അനുഗ്രഹീതമായ വാക്കാണത്. യേശു കൂടെയുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ചെറുപ്പക്കാരൻ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. പലരും അവനെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു, നഷ്ടവും കഷ്ടവും വരുത്തുന്നു. അതുകൊണ്ട് വേദനിച്ച് വളഞ്ഞാണ് വന്നത്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെ ഉരുവിടാൻ പറഞ്ഞു. അത് തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു. വേറെ ദിവസത്തിൽ വേറൊരാൾ വന്നു പറഞ്ഞു, ജീവിതത്തിലെ പ്രാരബ്ധങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 27 സങ്കീർത്തനം ആദ്യ വാക്യങ്ങൾ വായിക്കാൻ പറഞ്ഞു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യത്തിൻ്റെ നേരെ വളയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഇനി യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം! ആ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉണരും. നമ്മുടെ ജീവിതത്തിലെ വൈക്ലഭ്യങ്ങൾ മാറും, ജീവിതത്തിൽ മ്ലാനതകൾ മാറും, സമാധാനം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ ഏകാന്തത മാറ്റുവാൻ നാഥ നീ എൻ്റെ കർത്താവിന് ഇഷ്ടവുമായി ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. നാഥ നീ എന്നെ കൈക്കൊള്ളണമേ, നീ എന്നെ സ്വീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൈവത്തോട് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? കർത്താവേ എൻ്റെ ഈ ഏകാന്തതയിൽ ആരോരും തുണയില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ പല വഴിക്ക് നോക്കിയിട്ട് രക്ഷ കിട്ടാത്ത ഈ ജീവിതത്തിൽ നാഥ നീ എഴുന്നള്ളി വന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പറയൂ, ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നീ കൈകൾ ചേർത്ത് പിടിക്കണമേ കർത്താവേ. തിരക്തം പുരട്ടണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. നിത്യജീവന് വേണ്ടിയുള്ളതായി മുദ്ര ഏൽപ്പിക്കണമേ കർത്താവേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കണമേ കർത്താവേ. എല്ലാവരെയും വിശുദ്ധജനമായി ഉണർന്നെഴുത്തുവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടെ 2ാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിരയിപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.